ഹായ് ഡിയർ ഫ്രണ്ട്സ്, വീണ്ടും പുതിയൊരു വീഡിയോയിലോട്ടേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പിയുടെ പേര് പോലെ തന്നെയാണ് അത് കാണാനും. കിളിക്കൂട് പോലെ തന്നെ ഇരിക്കും അത് കണ്ടാലും. ഫോട്ടോ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. അതുപോലെ തന്നെയാണ് അത് കഴിക്കാനും. വളരെയധികം നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കണേ. അതുപോലെ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ആ ബെല്ലൈക്കൻ ഒന്ന് ക്ലിക്ക് ചെയ്യൂ, എങ്കിൽ ഓൾ എന്ന ഓപ്ഷൻ വരും. അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടും. അപ്പോൾ വീഡിയോയിലോട്ടേക്ക് പോകാം. ഇതിന് വേണ്ടി മീഡിയം സൈസുള്ള 2 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി ഫോർക്ക് ഉപയോഗിച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് തന്നെ ഉടച്ചു കൊടുക്കണം. അപ്പോൾ കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് ഉടച്ചെടുക്കാം. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്കിതിനുള്ള മസാല തയ്യാറാക്കണം. അതിനുവേണ്ടി ഒരു പാൻ എടുക്കാം. പാൻ നന്നായിട്ട് ചൂടാകുമ്പോൾ ഒരു ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായിട്ട് വരുമ്പോൾ ഒരു വലിയൊരു സവാള കൊത്തിയരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഇതിനാവശ്യമായിട്ട് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ പൊട്ടറ്റോ വേവിക്കുമ്പോൾ ഉപ്പ് ചേർത്തിട്ടാണ് വേവിച്ചിട്ടുള്ളത്. അപ്പോൾ അധികമായി പോകാതെ ശ്രദ്ധിക്കുക. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. സവാള ഏകദേശം ഒന്ന് വാടി വരുമ്പോൾ ഇതിലോട്ടേക്ക് 2-3 പീസ് വെളുത്തുള്ളി അരിഞ്ഞത്, ചെറിയൊരു പീസ് ഇഞ്ചി അരിഞ്ഞതും, പിന്നെ ഒരു പച്ചമുളക് അരിഞ്ഞത്, പിന്നെ കുറച്ച് കറിവേപ്പില അരിഞ്ഞത്, ഇത്രയും നമുക്ക് ചേർത്ത് കൊടുക്കാം. പച്ചമുളകൊക്കെ നിങ്ങൾ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം നമുക്കിവിടെ അടച്ച് വെക്കണം. ഒരു മിനിറ്റോളം നമുക്കൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ തുറന്ന് നോക്കാം. നമ്മളിതിൽ ചേർത്തിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളിൻ്റെയൊക്കെ ഒരു പച്ചമണൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ലോ ഫ്ലെയിമിലാക്കിയിട്ട് നമുക്കിതിൽ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി നമ്മളിതിൽ ചേർത്തിട്ടുള്ള പൊടികളുടെ ഒരു പച്ചമണം മാറി വരുന്നവർ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ നമ്മളിതിൽ ചേർത്തിട്ടുള്ള പൊടികളുടെയൊക്കെ ഒരു പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് നമ്മൾ ആദ്യം ഉടച്ച് വെച്ചിട്ടുള്ള നമ്മളെ ഉരുളക്കിഴങ്ങ് ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. കട്ടകളൊന്നും ഇല്ലാതെ തന്നെ നല്ലവണ്ണം തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. പിന്നെ ഒരു സന്തോഷമുള്ളൊരു കാര്യമുണ്ട്, നമ്മൾ വീഡിയോ കണ്ടിട്ട് ഒത്തിരി പേര് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫോട്ടോസൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ ഫേസ്ബുക്കിലൊക്കെ അയച്ചു തരുന്നുണ്ട്. ഒരുപാട് സന്തോഷം. അപ്പോൾ നിങ്ങളൊക്കെ ഇനിയും ഇതുപോലെ ഫോട്ടോസൊക്കെ അയച്ചു തരണം. അതുപോലെ തന്നെ സജിനാസ് കിച്ചൻ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ഫോളോ ചെയ്യണേ. ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യാം. അപ്പോൾ ഇതിന് ശേഷം ഇതിലോട്ടേക്ക് നമുക്ക് ഫൈനലായിട്ട് കുറച്ച് മല്ലിയില കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മിക്സിങ്. അപ്പോൾ ഇതും കൂടി ഒന്ന് മിക്സാക്കി കഴിഞ്ഞാൽ നമ്മൾ കിളിക്കൂടിനുള്ള നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി മുട്ടൻ്റെ പുറത്ത് എങ്ങനെയാണ് കോട്ടിങ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടി ഞാനിപ്പോൾ ഒരു 10 കാടമുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. അത് പുഴുങ്ങിയിട്ട് അതിൻ്റെ തോടൊക്കെ കളഞ്ഞെടുത്ത് വെച്ചിട്ടുള്ളതാണിത്. അപ്പോൾ നിങ്ങൾക്ക് കാടമുട്ടയ്ക്ക് പകരം കോഴിമുട്ട വെച്ചിട്ടും ചെയ്യാം. പക്ഷേ എനിക്ക് തോന്നുന്നു കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകുന്നത് കാടമുട്ട വെച്ചിട്ട് ചെയ്യുമ്പോഴാണ്. അപ്പോൾ ഞാനിപ്പോൾ 3-4 എണ്ണം ഗാർണിഷ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് മുട്ട ഇവിടെ മാറ്റി വെക്കാം. പിന്നെ നമുക്കിതിലേക്ക് സേമിയ വേണം. അതിപ്പോൾ റോസ്റ്റ് ചെയ്തതും ചെയ്യാത്തതായാലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ റോസ്റ്റ് ചെയ്യാത്ത സേമിയ തന്നെയാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. പിന്നെ നിങ്ങൾ വലിയ സേമിയാണ് എടുക്കുന്നതെങ്കിൽ ഒന്ന് കൈവച്ചിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇതും ഇവിടെ നമുക്ക് മാറ്റി വെക്കാം. ഇനി ഒരു ബൗളിലോട്ടേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ട ഇവിടെ നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം തയ്യാറാക്കിയുള്ള മസാലയും നന്നായിട്ട് തന്നെ തണുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു ബൗളിലോട്ടേക്ക് മാറ്റിയതാണ്. അപ്പോൾ നമ്മുടെ കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇത് എങ്ങനെ സെറ്റ് ചെയ്യുന്നത് നോക്കാം. ഇനി നമ്മൾ ആദ്യം തയ്യാറാക്കിയിട്ടുള്ള നമ്മുടെ മസാലയിൽ നിന്ന് കുറച്ച് മസാല എടുക്കാം. എന്നിട്ട് നമുക്കൊരു ബോൾ പോലെ നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കണം. എന്നിട്ട് കൈവെള്ളയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മൾ പൊട്ടറ്റോ നന്നായിട്ട് തന്നെ ഉടച്ചെടുക്കണം. എങ്കിലും നമുക്ക് ഇതുപോലെ നല്ല സ്മൂത്തായിട്ട് പരത്തിയെടുക്കാൻ കഴിയുള്ളൂ. ഇതുപോലെ പരത്തിയെടുത്തതിന് ശേഷം അതിൻ്റെ സെൻട്രൽ ഭാഗത്തായിട്ട് നമുക്കൊരു കാടമുട്ട വെച്ച് കൊടുക്കാം. എന്നിട്ട് 4 ഭാഗത്തുനിന്ന് നമുക്കിതൊന്ന് കവർ ചെയ്തെടുക്കണം. പൊട്ടറ്റോ ആയതുകൊണ്ട് നല്ല സ്മൂത്തായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കവർ ചെയ്തെടുക്കാൻ പറ്റും. കണ്ടില്ലേ നിങ്ങളിപ്പോൾ? അതുപോലെ തന്നെ നമ്മൾ കൈവെള്ളയിൽ വെച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ ഒരു ബോൾ പോലെ നമുക്ക് ഒരു ബോളിൻ്റെ ഷേപ്പിലാക്കിയിട്ട് എടുക്കാം. ഇത് തന്നെ നിങ്ങൾക്കിനി കോഴിമുട്ട വെച്ചിട്ടും ചെയ്യാൻ കേട്ടോ. പക്ഷേ കോഴിമുട്ട വെച്ചിട്ട് ചെയ്യുമ്പോൾ വലിയ സൈസായിട്ടായിരിക്കും ഉണ്ടാകുന്നത്. കാണാൻ അത്ര ഭംഗിയാകില്ല. എനിക്ക് തോന്നുന്നു കാടമുട്ട വെച്ചിട്ട് ചെയ്യുമ്പോഴാണ് ഒന്നുകൂടി ഭംഗി. ആ ഒരു പെർഫെക്റ്റ് സൈസിൽ കിട്ടുകയും ചെയ്യും.
കണ്ടില്ലേ? അപ്പോൾ ഇനി നിങ്ങൾക്ക് ഇനി മുട്ട താല്പര്യം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ നടുക്കൊരു സെൻറ്ററിൽ കുഴി വെച്ചിട്ട് അങ്ങനെയും ചെയ്തെടുക്കാം. പക്ഷേ എനിക്ക് തോന്നുന്നു മുട്ട വെച്ചിട്ട് ചെയ്യുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകുന്നത്. ഞാൻ പറഞ്ഞത് മുട്ട ഇഷ്ടമില്ലാത്തവരുടെ കാര്യമാണ് കേട്ടോ, അങ്ങനെ ചെയ്യാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മളിതുപോലെ ഒന്ന് പരത്തിയെടുക്കുക. എന്നിട്ട് നമുക്കതിൻ്റെ സെൻറ്റർ ഭാഗത്തോട്ടേക്ക് മുട്ട വെച്ച് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. കണ്ടില്ലേ? അപ്പോൾ ഇതുപോലെ നമുക്ക് രണ്ടെണ്ണം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയെല്ലാം തന്നെ നമുക്ക് മുട്ട വെച്ചിട്ട് കവർ ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാം തന്നെ ഞാനിപ്പോൾ ബോൾ ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ച് മുട്ട ഞാൻ ഗാർണിഷ് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. തയ്യാറാക്കിയിട്ടുള്ള ഓരോ ബോൾസും നമ്മുടെ മുട്ടയിൽ വെച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മുടെ സേമിയയിലും കൂടി വെച്ചിട്ടൊന്ന് നന്നായിട്ട് വീണ്ടും ഒന്ന് കവർ ചെയ്തെടുക്കണം. അപ്പോൾ അതിൻ്റെ എല്ലാ ഭാഗത്തോട്ടേക്കും സേമിയ ആകുന്ന തരത്തിൽ വേണം നമ്മൾ കവർ ചെയ്തെടുക്കാൻ. അപ്പോൾ ഇതുപോലെ നല്ലവണ്ണം തന്നെ നമ്മൾ സേമിയ വെച്ചിട്ട് കവർ ചെയ്തെടുക്കണം. കണ്ടില്ലേ? എല്ലാ ഭാഗത്തോട്ടേക്കും തന്നെ നമ്മൾ സേമിയ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ബാക്കിയെല്ലാം തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാ ബോൾസും നമ്മൾ സേമിയ വെച്ചിട്ട് കവർ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ചൂടായ എണ്ണയിലോട്ടേക്ക് നമ്മൾ ഓരോ ബോൾസും നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി എല്ലാ ഭാഗവും ഒരു ഗോൾഡൻ കളർ ആകുന്നവരെ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ ലൈറ്റ് ഗോൾഡൻ കളർ ആകുമ്പോൾ നമുക്കിതൊന്ന് കോരി മാറ്റാം. കൂടുതൽ സമയം ഇട്ട് നമ്മളിതുപോലെ ഫ്രൈ ചെയ്യണ്ട, അപ്പോൾ വേറൊരു കളറായിട്ട് വരും. അപ്പോൾ ഇതിവിടെ നമ്മൾ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഒരു പ്ലേറ്റിലോട്ടേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ കാണാൻ നല്ല മൊഞ്ചുള്ള കിളിക്കൂട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനൊരു 3-4 മുട്ട ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഗാർണിഷ് ചെയ്യാൻ വേണ്ടി. ആ മുട്ട ഞാൻ അതിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത്തിരി മല്ലിയിലയും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ശരിക്കും ഒരു കിളിക്കൂടിൻ്റെ അതേ ഷേപ്പിലാണുള്ളത്. കാണാനും നല്ല ഭംഗിയില്ലേ? അതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും തന്നെ ഈ ഒരു വെറൈറ്റി കിളിക്കൂട് റെഡിയാക്കി നോക്കണം. ഇഫ്താറിൻ്റെ സമയത്തും അല്ലാത്തപ്പോഴൊക്കെ നമുക്കൊരു വെറൈറ്റി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയതാണ്. ഇതിൻ്റെ ടേസ്റ്റ് അപാര ടേസ്റ്റാണ് കേട്ടോ, നമുക്ക് പറഞ്ഞറിയിക്കാൻ വയ്യ. നമുക്ക് വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നുന്നൊരു ടേസ്റ്റാണ്. എത്ര കഴിച്ചാലും മതിയാകില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് വീണ്ടും മറ്റൊരു നല്ലൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു.